കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അതിവേഗം മുന്നേറുകയാണ്. മെട്രോ, റോഡുകൾ, IT പാർക്കുകൾ തുടങ്ങി വികസനങ്ങൾക്ക് പിന്നാലെ വാട്ടർ മെട്രോയിലൂടെ ജലഗതാഗത മേഖലയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വികസനത്തിന് പുതിയ ഘട്ടമായി ആലുവ മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ വേഗതയേറിയ ഇലക്ട്രിക് ഹൈഡ്രജൻ ഹൈബ്രിഡ് ബോട്ടുകൾ ആരംഭിക്കാനുള്ള പദ്ധതി വേഗത്തിലാക്കുകയാണ്. നിലവിൽ ബാറ്ററി അധിഷ്ഠിതമായ ബോട്ടുകളാണ് ഓടുന്നത്. എന്നാൽ ഭാവിയിലെ ലക്ഷ്യങ്ങൾ പരിഗണിച്ച് പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് നീങ്ങുകയാണ്. പുതിയ ബോട്ടുകൾ പ്രവർത്തനം ആരംഭിച്ചാൽ ആലുവയിൽ നിന്ന് വിമാനത്താവള ടെർമിനലിലേക്ക് ഏകദേശം 10 മിനിറ്റിനുള്ളിൽ എത്താനാകും. ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ബോട്ടുകൾ വാട്ടർ വേപ്പർ, സ്റ്റീം എന്നിവ മാത്രമേ പുറന്തള്ളുന്നുള്ളൂ. അതിനാൽ ലോകത്തിലെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഫെറി നിർമ്മിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇതിനകം തന്നെ ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചിട്ടുമുണ്ട്. നഗര ഗതാഗതത്തെ കൂടുതൽ സുതാര്യമാക്കാൻ ആലുവ മെട്രോ സ്റ്റേഷൻ മുതൽ വാട്ടർ മെട്രോ ടെർമിനലിലേക്ക് സ്കൈ വാക്ക് നിർമ്മിക്കാനുള്ള പദ്ധതിയും പരിഗണനയിലാണ്. ഇത് മെട്രോ, ജലഗതാഗതം, വിമാനയാത്ര എന്നിവയെ ഒരേ ഗതാഗത ശൃംഖലയിൽ ബന്ധിപ്പിക്കും.